നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ RSSനു വേണ്ടി BJP സർക്കാർ നടപ്പിലാക്കുന്ന മുസ്ലിം വിരുദ്ധ നടപടികളിൽ പ്രതിരോധമായി കോൺഗ്രസിനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ഗൗരവതരമായ ഓർമ്മപ്പെടുത്തലാണ് സുപ്രഭാതത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയൽ. RSSനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഉറച്ച വിശ്വാസവും കോൺഗ്രസ് നേതാക്കൾ BJPയുടെ വിളിയും കാത്തിരിക്കുന്നതിലെ ഉത്കണ്ഠയും തന്നെയാണ് സമസ്ത ഇവിടെ ആവർത്തിക്കുന്നത്. ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധം മതന്യൂനപക്ഷങ്ങൾ, വിശേഷിച്ച് മുസ്ലിങ്ങൾ ഭയാശങ്കയിലായ ആപൽഘട്ടത്തിൽ കോൺഗ്രസ് ഉറച്ച നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് കോൺഗ്രസ്സുകാരായി നിലകൊള്ളുന്നവർ അടുത്ത ദിവസം ഒരു മടിയും കൂടാതെ BJPയിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നു. ഉത്തരേന്ത്യയിൽ ഈ പ്രവണത നേരത്തെ കണ്ടു തുടങ്ങിയതാണെങ്കിലും കേരളത്തിൽ ഈ സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് ആരും കരുതിയതല്ല. എന്നാൽ ഇവിടെയും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടം കൂട്ടമായി കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള കൂടുമാറ്റം ഭയപ്പെടുത്തുന്നതാണ്. ഈ ആശങ്കയാണ് സുപ്രഭാതം പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങൾ എന്ന മുഖപ്രസംഗത്തിൽ പങ്കുവെക്കുന്നത്. വിളിക്കും മുമ്പേ BJPയിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെന്നും കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നതെന്ന ധാരണ കോൺഗ്രസ്സുകാർക്കില്ലെന്നുമുള്ള അതിരൂക്ഷമായ വിമർശനമാണ് എഡിറ്റോറിയൽ മുന്നോട്ട് വെക്കുന്നത്. പണവും പദവിയും മോഹിച്ചാണ് BJPയിലേക്കുള്ള കോൺഗ്രസിൻ്റെ കൂടുമാറ്റം. ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷകളെയാണ് കോൺഗ്രസ് ഇല്ലാതാക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്മുറക്കാരാണ് നിർലജ്ജം ഫാസിസ്റ്റ് കൂടാരത്തിൽ ചേക്കേറുന്നത്. ഈ കൂടുമാറ്റം ഭയപ്പെടുത്തുന്നതാണെന്ന് സുപ്രഭാതം പറയുന്നു. പണവും പദവിയും മോഹിച്ചാണ് ശത്രുപാളയത്തിലേക്കുള്ള ചേക്കേറലെങ്കിലും ജനാധിപത്യവും മതേതരത്വവും ജീവവായു പോലെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇന്നാട്ടിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകളും വിശ്വാസങ്ങളും ഊതിക്കെടുത്തിയാണ് രാഷ്ട്രീയ ഭിക്ഷാന്തഹികളുടെ ഈ കൂടുമാറ്റം. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും വിഭാവനം ചെയ്ത മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പിന്മുറക്കാരാണ് ഇങ്ങനെ നിർലജ്ജം സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുന്നവരിൽ ഏറെയും. കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി നേതാക്കളാണ് ദിവസം ചെല്ലുംതോറും BJPയിലേക്ക് ഒഴുകുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകട്ടെ ദിനചര്യ പോലെയാണ് ഈ കൂടൊഴിയൽ. കോൺഗ്രസിൽ നിന്ന് CPMലേക്കോ തിരിച്ചോ ആയിരുന്നു ഈ പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജീവവായു ആ പാർട്ടികളിലൊക്കെ ഇപ്പോഴും വറ്റാതെ കിടപ്പുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ രാജ്യത്തെ ഈ പ്രബല കക്ഷിയിൽ നിന്നും മാത്രം 40ഓളം മുതിർന്ന നേതാക്കളാണ് BJPയിലേക്ക് പോയത്. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ BJPയിലേക്ക് പോകുന്നത് തടയാൻ കഴിഞ്ഞ വർഷം കോൺഗ്രസ് 5 അംഗ സമിതി രൂപീകരിച്ചതും കൃത്യം 1 വർഷം തികയും മുമ്പ് അതിൻ്റെ അധ്യക്ഷൻ തന്നെ BJPയിലേക്ക് പോയതും മുഖപ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഹിമാചലിലുമൊക്കെ ഇത്തരം കൂടുമാറ്റങ്ങൾ നിർബാധം തുടരുന്നു. ഇന്നലെ വരെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവുമൊക്കെ വലിയ വായിൽ പറഞ്ഞ ഈ നേതാക്കളൊക്കെ വർഗീയതയുടെയും വംശീയതയുടെയും വൈറസുകളായിരുന്നു ഇക്കാലമത്രയും ഉള്ളിൽ വളർത്തിയത്. കുടിച്ച വെള്ളത്തിൽ പോലും അവിശ്വാസം പടർത്തുന്നവരായിരുന്നു ഇവരെല്ലാം. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വഞ്ചനയും അധികാരത്തോടുള്ള ആർത്തിയും നേതൃത്വത്തിൻ്റെ ദയനീയ പരാജയവും എടുത്തുകാട്ടി ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സമസ്ത.